അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വളരെയധികം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഫള് നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടരുത്, ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ദിക്റിനെ കുറിച്ച്, അതിൻ്റെ മാഹാത്മ്യം ഒരിക്കലും പറഞ്ഞാൽ തീരുന്നതല്ല, എഴുതിയാൽ തീരുന്നതല്ല. എന്നാലും ഒരുപാട് ഫളലുകളുള്ള, ഒരുപാട് പുണ്യങ്ങളുള്ള ഈ ഒരു ദിക്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക, അതുപോലെ തന്നെ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ആദ്യമായി ഇതിൻ്റെ ഫളലുകൾ പറയുകയാണെങ്കിൽ, അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഈ ദിക്റിനെ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുന്നവന് ഒരുപാട് സന്തോഷവും സമാധാനവും നൽകും. അതുപോലെ തന്നെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, കടങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് നമ്മളിങ്ങനെ എത്രത്തോളം ചൊല്ലുന്നോ അത്രയും നമ്മൾ ഇതിൻ്റെ ചൊല്ലിയിട്ട് ഒരു ഉപകാരവും കിട്ടിയില്ല എന്ന് പറഞ്ഞ് തള്ളരുത്. ഒരിക്കലും ഇത് നമുക്ക് എന്താണെങ്കിലും ദുനിയാവിൽ അല്ലെങ്കിൽ നമുക്ക് ആഖിറത്തിൽ അല്ലാഹു തആല ഇത് ഉപകരിക്കും. ദിക്ർ ചൊല്ലി പോരുന്നവർക്ക് നമ്മൾ മരിക്കുന്ന സമയത്ത് എല്ലാവർക്കും മരണം ഉറപ്പായ കാര്യമാണ്. എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഒന്നും അറിയാത്ത ഈ ഒരു മരണ സമയത്ത് അല്ലാഹു തആല നല്ല കാഴ്ചകൾ കണ്ട് നല്ല സമാധാനത്തോടു കൂടി മരിക്കുവാൻ ഈ ഒരു ദിക്ർ കാരണമാകും. അതുപോലെ തന്നെ ദുനിയാവിൽ നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള നിയമത്തുകൾ നീങ്ങിപ്പോവാതിരിക്കാൻ ഈ ദിക്ർ വളരെ അധികം വലിയ കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു തആലയുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുകൾ എന്താണ് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നത് ഈ ഒരു ദിക്റാണ്. ഇതിൻ്റെ ഉറപ്പ് കൊണ്ടാണ് അവർ വിജയം വരിച്ചിരുന്നത് എന്ന് വരെ ഹദീസുകളിൽ കാണാം. അതുപോലെ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഈ ഒരു ദിക്റിനെ എല്ലാവരും ജീവിതത്തിലുടനീളം എന്നെന്നും അത് ചൊല്ലിപ്പോരുക. അതിൻ്റെ ഫലം നമ്മൾ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചിട്ട് ഈ ഒരു ദിക്റിനെ, മുർസലുകളുടെ എണ്ണം കണക്ക് എന്താണ് 313 തവണ ദിവസേന ചൊല്ലാൻ കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ 100 313 ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നമ്പറാണ്. ആ ഒരു എണ്ണം കണക്കെ നിങ്ങൾ ചൊല്ലിപ്പോരുക. നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ എല്ലാത്തിനും ഉപകരിക്കുന്ന, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഉപകാരമുള്ള ഈ ഒരു ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അളീം എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അത് ഒരു എണ്ണം വെച്ചാൽ എല്ലാത്തിനും നല്ലതാണ്. ഒരു എണ്ണം കണക്കെ നിങ്ങൾ ദിവസേന ചൊല്ലിപ്പോരുക എന്ന് മാത്രം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ദിക്റാണിത്. നിങ്ങൾ എല്ലാ ദിവസവും മറക്കാതെ മുടങ്ങാതെ ചൊല്ലുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.